ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ശീമച്ചക്കത്തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു ശീമച്ചക്കയുടെ ഒരു കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. കാൽ ഭാഗം എടുത്തിട്ട് ശീമച്ചക്കയുടെ തൊലിയും അതിൻ്റെ ആ നടുക്കത്തെ പോർഷനും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് ചെറിയ ചെറിയ പീസസ്, തീരെ ചെറിയ പീസസ് ആകാൻ പാടില്ല, ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്ത ശീമച്ചക്ക പീസസ് ഒരൽപ്പം വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഓപ്പൺ പാനിൽ കുക്ക് ചെയ്യുക. പെട്ടെന്ന് വേകുന്ന ശീമച്ചക്ക ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഒരു വിസിൽ വെച്ച് എടുത്തത്. അത് വേകുന്ന സമയം കൊണ്ട് ഒരു മിക്സി ജാറിൽ നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ടേബിൾ സ്പൂണ് തേങ്ങ, പിന്നെ ഒരു 2 ടീസ്പൂണ് ജീരകം, പിന്നെ 2-3 ടീസ്പൂണ് മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ശീമച്ചക്ക മധുരം കുറച്ചുള്ളതാണ് എങ്കിൽ, കുറച്ച് പഴുത്തിട്ടുണ്ട് എങ്കിൽ കുറച്ച് മധുരം കാണും, അപ്പോൾ അതിനനുസരിച്ച് എരിവും ചേർത്ത് നന്നായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കരുത്, ഒരു പൾസ് ഇട്ട് എടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് തേങ്ങ ഒഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ പൊട്ടിച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൂട്ടും ചേർത്ത് ഒന്ന് മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശീമച്ചക്ക റെഡി ആയിട്ടുണ്ടാകും. എന്നിട്ട് ഓൾറെഡി നമ്മൾ ശീമച്ചക്കയിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ഈ അരപ്പിലും കൂടെ ചേർത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ശീമച്ചക്കയും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടിയെടുക്കുക. ഒരുപാട് ഇട്ട് ഇളക്കരുത്, ശീമച്ചക്ക ഉടഞ്ഞ് അത് പേസ്റ്റായി പോകും, കാരണം അത്രയും സോഫ്റ്റ് ആകും അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ആ തേങ്ങയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു തോരൻ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.